ഹായ് നമസ്കാരം, ഞാൻ അഭിജിത്ത്. അബീസ് വ്ലോഗ് നീണ്ട ഒരു ഇടവേളകൾക്ക് ശേഷം വീണ്ടും വ്ലോഗുമായിട്ട് ഞാൻ എത്തുവാണ്. ഈ തവണ ഞാൻ എത്തിയിരിക്കുന്നത് കോതമംഗലത്താണ്. കോതമംഗലത്ത് ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞു. അതെന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഇനിയുള്ള എൻ്റെ വ്ലോഗുകളിൽ സെലിബ്രിറ്റീസും ഉണ്ടാകുമെന്ന് ഞാൻ ചെറിയ അപ്ഡേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇന്നത്തെ വ്ലോഗ് ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഇന്ന് ഞാൻ പോകുന്നത് കോതമംഗലത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അൺലിമിറ്റഡ് ഫുഡ്, ഒരു ചെറിയ എമൗണ്ടിൽ. അപ്പോൾ നമുക്ക് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കോതമംഗലത്തെ 96 ഹോട്ടലിലേക്കാണ്. 96 ഹോട്ടലിൽ ഒരു സ്പെഷ്യൽ കൈതി ബിരിയാണി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്കിത് ഈ ബിരിയാണീനെ കുറിച്ച് ഇത് കിട്ടിയത് ടിക്ടോക്കിലൂടെയാണ്. ടിക്ടോക്കിൽ കുറച്ച് പിള്ളേർ ഇതിനെക്കുറിച്ച് ചെയ്തേക്കുന്ന കണ്ടു. അപ്പോൾ അതാണ് എനിക്ക് ഈ ഹോട്ടലിൽ എത്താനുള്ള ഒരു മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോതമംഗലത്ത് ബൈപ്പാസ് ജംഗ്ഷനിലുള്ള 96 Eateryയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ കൈതി ബിരിയാണിയാണ്. കൈതി ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പീസസ്, ചിക്കൻ പീസസ്, അതുപോലെ മയോണീസ്, സാലഡ്സ്, പിക്കിൾസ്, വേറെ എക്സ്ട്രാ കറി എല്ലാം ഉണ്ട്. ഒരു പാത്രം നിറച്ച് കൈതി ബിരിയാണി, റൈസാണ്. ഈ കൈതി ബിരിയാണിയുടെ എങ്ങനെയാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് ഇവർക്ക് വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതിൻ്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്, മിസ്റ്റർ എൽദോസ്. ഹലോ എൽദോസ് ചേട്ടാ, എങ്ങനെയാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് വന്നത്? കുഴിമന്തിനെ എല്ലാവരും കഴിച്ച് കുറച്ച് ഫാമിലി റൈസും അതിനൊന്ന് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ ഇത്രയും അധികം ഒരു ഇതിൽ അല്ല കൊണ്ടുവന്നത്. നോർമലൊരു കൈൻഡിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് സോ ഫാർ ഇവിടെ വന്ന കസ്റ്റമേഴ്സ് തന്നെ ഈ സാധനം എടുത്ത് വൈറലാക്കിയതാണ്. ആക്ച്വലി നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല, അവർ തന്നെ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ചെയ്ത് വൈറൽ. അങ്ങനെ ആൾക്കാർ വന്ന് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 5 days ആയിട്ടുള്ള തിരക്ക് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് ആക്ച്വലി മനസ്സിലായത്. ഇത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു, നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനൊരു വ്ളോഗ് ഞാൻ അതിനു മുമ്പ് ചെയ്തത് കുഴിമന്തിയാണ്. അതും അൽഡ്രീമിലാണ് ചെയ്തത്. അൽഡ്രീമിൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ടിക്ടോക്കിൽ ഒരു വീഡിയോ കാണുന്നത്, ഈ കൈതി ബിരിയാണി. അതും എൻ്റെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചെയ്യണം എന്ന് അപ്പോൾ തന്നെ ഞാൻ നെറ്റിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ കൈതി ബിരിയാണി നിങ്ങൾക്ക് അതും തുച്ഛമായ റേറ്റ് എന്തോ 150 രൂപ 150 per person ചാർജ്. അത് മിനിമം പോർഷൻ നമ്മൾ 2 പേർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് സെർവ് ചെയ്യാനുള്ള പോർഷൻ ഉള്ളത് 2 പേർക്ക് വെച്ചിട്ടാണ്. അതാണ് നമ്മൾ 2 പേർക്ക് തൊട്ടിട്ടുള്ളതാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ 2 പേർക്ക് അല്ല ഈ 150 രൂപയ്ക്ക് ഇത്രയും ചിക്കനും അതുപോലെ മുട്ടയും ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇതാവും? ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് മാത്രമല്ല, അറൗണ്ട് ഒരു 180 അഡീഷണൽ നമുക്ക് മെനു ഉണ്ട്. നമ്മൾ അതിനകത്ത് എല്ലാത്തിലുമാണ് മെയിൻലി കോൺസെൻട്രേറ്റ് വരുന്നത്, നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഈ സാധനം ഇറക്കിയപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇത്രയും ഹൈപ്പ് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇത്ര ആൾ ഇടിച്ച് കയറും അപ്പോൾ ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താൽ കൺസെപ്റ്റിലല്ല കൊണ്ടുവന്നത്. സോ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ അന്ന് ചെയ്ത് എങ്ങനെയാണോ ഇപ്പോൾ സ്റ്റിൽ തിരക്കുള്ളപ്പോൾ നമ്മൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സാധാരണ ബിരിയാണി ഇത് ചെയ്തിട്ടല്ലാതെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മസാലയാണ്. മസാല തന്നെ, അതുപോലെ തന്നെ മയോണീസ്, അതുപോലെ ഇതെല്ലാം കൂടി. മയോണീസൊക്കെ ബിരിയാണിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് കുഴിമന്തിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും മയോണൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. സോ നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. നമ്മൾ ഡേറ്റ്സ് വെച്ചിട്ടുള്ള അച്ചാർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. എക്സ്പെൻസീവ് തിങ്സ് നമ്മളിപ്പോൾ പറ്റുന്ന രീതിയിലുള്ള എല്ലാ നല്ല സാധനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മൂന്നാർ റൂട്ടാണിത്. അപ്പോൾ ഫോറിനേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ വരാറുണ്ട്. ലൈക്ക് മെയിൻലി ഈ ഷോപ്പ് നടന്നുകൊണ്ടിരുന്നത് ടൂറിസ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള കച്ചവടമാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടുകാർക്ക് നല്ലൊരു ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളതിനുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പോഴും നിലവിൽ നമുക്ക് നാട്ടുകാരാണ് മോസ്റ്റ്ലി വരുന്നതും ടൂറിസ്റ്റുകളുടെ ഇതുണ്ട്. കാരണം ഇതിപ്പോൾ ഇരിക്കുന്ന നിലവിൽ കോതമംഗലത്ത് കോഴിപ്പള്ളി പോകുന്നത് ബൈപ്പാസ് റോഡാണ്. മൂന്നാറിന് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ടുള്ള ബൈപ്പാസ് റോഡാണ്. ആ ഒരു തിരക്കുണ്ട് നമുക്ക്. തട്ടേക്കാട് പോകുന്നതും ഈ ഭൂതങ്ങട്ടാൻ പോകുന്നു. ഭൂതത്താങ്കട്ട് തട്ടേക്കാട് 10 രൂപ. എത്ര മണിക്കാണ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്? നമ്മൾ എല്ലാ ദിവസവും മൺഡേ ടു സൺഡേ എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നമ്മളത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 12 സ്റ്റാർട്ട് ചെയ്യും, നൈറ്റ് 11 വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം. ഈ ടൈമിലെല്ലാം തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും അവൈലബിൾ ആണ്. കൈതി ബിരിയാണി അല്ലാതെ ഇവിടെ വേറെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഞാൻ ഇതിൽ ആഡിൽ കണ്ടു മുള ബിരിയാണി ഉണ്ട്, ചട്ടിച്ചോറുണ്ട്, ഫിഷ് മോളി, ചിക്കൻ്റെ കുറേ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്, ബീഫിൻ്റെ ചെയ്യുന്നുണ്ട്, ബിരിയാണി തന്നെ വെറൈറ്റീസ് വേറെ ഉണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 180 മെനൂസ് ഉണ്ട് നമുക്ക്. ഈ കൈതി ബിരിയാണി ശരിക്കും കോളേജ് പിള്ളേരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്? കോളേജ് പിള്ളേർ വരാറ്? ലൈക്ക് കുഴിമന്തി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ആർക്കും കഴിച്ച്, ഈവൻ ഞങ്ങൾക്കും കഴിച്ച് ഭയങ്കര ഇതാണ്. ലൈക്ക് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാം, അത് തന്നെ കൊണ്ടുവരണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയ ഒരു ഐറ്റം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ബിരിയാണി ഈ ഒരു പ്രൈസിൽ എങ്ങനെ കൊടുക്കും? നോർമൽ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അറൗണ്ട് 140 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തന്നെ ക്വാളിറ്റിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈവൻ ആ ബിരിയാണിയിൽ പലരും മുട്ടയും കൊടുക്കാറുള്ള ഇതും കൊടുക്കാറുള്ള സെയിം സാധനം നമ്മളെല്ലാം കൊടുക്കുന്നു. പപ്പടം മാത്രം അതും ചോദിച്ചാൽ തരും. വിത്ത് പായസം അങ്ങനെ പായസമുണ്ട്, പായസം പ്രിപ്പയർ ആവുന്നുണ്ട്, പായസമുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. നല്ല ടേസ്റ്റുമുണ്ട്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുവാണ്. കോതമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലാണ് 96 Eatery എന്ന് പറഞ്ഞ ഈ ഷോപ്പുള്ളത്, കൈതി ബിരിയാണി. അപ്പോൾ എല്ലാവരും വരണം, കഴിക്കണം.